പവറൊക്കെ എവിടെ പോയി പിന്നകമേ ഇൻചാർജ് ആയ ബാലാജി സാറാണ് ഇപ്പൊ കളിച്ചാൻ പോണത്. കളിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കളിയുടെ തുടക്കം കുറിച്ചതോടെ കളി അവസാനിച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മളെ കോളേജിലത്തെ കൈറിലിക്കൽ പോട്ടിയില് എല്ലാരും ഏകദേശം പങ്കെടുത്തിക്കണേ. അപ്പൊ ഏതൊക്കെ ഗ്രൂപ്പ് ഇതിലുണ്ട് എന്ന് ചോദിച്ചാല് മൈക്രോബയോളജി, BSW, BS കമ്പ്യൂട്ടർ, അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഗൈസ് കളി തുടങ്ങാൻ പോവാണ്. ബ്ലൂ ഗ്രീൻ എല്ലാം രണ്ടാളും അങ്ങോട്ടാണ്. അപ്പൊ മത്സരം പരിപാടി തുടങ്ങിക്കാണ്. അപ്പൊ ഗൈസ് ഒന്ന് പ്രിൻസിപ്പൽ കലക്കാൻ തുടങ്ങി. പ്രിൻസിപ്പൽ ബ്ലൂവിനാണ് സപ്പോർട്ട്. പച്ചക്കുണ്ട് ഈ പ്രാവശ്യം. അപ്പൊ സെക്കൻഡ് റൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ സെക്കൻഡ് റൗണ്ട് ആരാണ് കൊണ്ടുപോകണം നമ്മൾ ലൈവ് ആയിട്ട് നോക്കാൻ പോവാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. അടുത്ത റൗണ്ട് പറയാൻ അപ്പൊ റെഡി സ്റ്റാർട്ട്. സെക്കൻഡ് റൗണ്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ ചെക്കന്മാരൊക്കെ ചോദിച്ചറിയാം. നമ്മളെ ബികോം ചെക്കന്മാരാണ് ഇവിടെ ഇറങ്ങാൻ പോണത്. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മളെ മാച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബികോം ചെക്കന്മാർക്കും BSc ബോട്ടണി ചെക്കന്മാർക്കും ഇപ്പൊ കളി. ആരാണ് ജയിക്കുന്നത്? പിന്നെ ഗൈസ് നമ്മളെ മെയിൻ ആയിട്ട് ഷിബിലി ഗൈസ് പൊളിക്കാണ്. അപ്പോൾ പറയാനല്ല, കൊറിയൻ ഷിബിലി ചെക്കന്മാരൊക്കെ നല്ല ഹാർഡ് വർക്കിൽ തന്നെ കളിക്കുന്നത്. നമ്മൾ അപ്പുക്കുട്ട ഫ്രണ്ടിൽ നിന്ന് പെരും വലിയാണ് വലിച്ചത്. ഏകദേശം അതിന്റെ റിസൾട്ട് കിട്ടുമല്ലേ നമുക്ക് നോക്കാൻ പോവാ. അപ്പോൾ നോക്കില്ല, ആരാധകരെ ഫോമിൽ ചെറുപ്പം നോക്കില്ല. അപ്പോൾ കളി ജയിച്ചിട്ട് എത്രയും പെട്ടെന്ന് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അപ്പുക്കുട്ടൻ ഒരു BGM അപ്പൊ ഗൈസ് ആർജനെ അറിയാത്തൊരു ഗൂഡല്ലൂരില്ല ഓൾക്കൊരു BGM അപ്പൊ ഗൈസ് ആർജന്റെ കളി കണ്ടാലും നമ്മൾക്ക് യൂട്യൂബർ RJ പാസിൽ അപ്പൊ നമ്മള് RJ പാസിലെ വലി കാണാൻ പോവാണ്. അപ്പോൾ ഗ്രൂപ്പ് ഏതാണെന്ന് കമന്റ് ഇട്ടോളി. നമുക്ക് ഏതാ ഗ്രൂപ്പ് എന്ന് അറിയില്ല. അപ്പൊ ഇത് എത്രാമത്തെ മാച്ചാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കമന്റ് ഇടുക. അപ്പൊ RJ പാസിൽ നമ്മളെ ചെക്കന്മാർക്ക് എതിർ ടീം ആരാന്നും നമുക്കറിയില്ല. BSc ബോട്ടണി ആണോ BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ ഒന്നും നമുക്കറിയില്ല. നമ്മള്
കളി കണ്ട് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ലോങ് വീഡിയോ കണ്ട് കേട്ടതാണ്. ആർജെ ബസിന്റെ വലിയ കാര്യങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർജെ ബസിൽ വലിച്ചിനേല്ല ഗൈസ്, കുറെ നേരം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷെ ആർജെ ബസിന്റെ പവറൊക്കെ എവിടെ പോയി? പിന്നകമേ അപ്പൊ ഗൈസ് ആർജെ ഫാസിലിന്റെ ഫസ്റ്റ് റൗണ്ട് തോറ്റിരിക്കുകയാണ്. എന്തായാലും ഒരു തോൽവി എല്ലാവർക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ റൗണ്ടിലേക്ക്, ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇതിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ വിചാരിക്കണേ. ആർജെ 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 അപ്പൊ ഗൈസ് എല്ലാത്തിനും ഒരു വിധി വേണമെന്ന് ഇതിനാണ് പറയണെന്ന് എല്ലാരും മുണ്ടും പഠിക്കൊണ്ട് നമ്മുടെ ടീച്ചറിലേക്ക് ഇറങ്ങി. ഇനി കളി എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ലൈവ് ആയിട്ടാണ് കാണാൻ പോണത് ഗൈസ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് എന്തായാലും നമ്മൾ കളി എങ്ങനെ ഉണ്ട് ലൈവ് ആയി നിങ്ങൾക്ക് കാണിച്ചിരുന്നതാണ്. അപ്പൊ ആരാണ് ജയിക്കുക ടീം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഗൈസ്. അപ്പൊ എല്ലാവരും നല്ല എല്ലാവരും മാച്ച് സ്റ്റാർട്ട് ചെയ്യേ. മാപ്പിളെ മടക്കിക്കൊണ്ട് മാമിന്റെ കളി അങ്ങോട്ട് തുടങ്ങി. ഒരേ ഇല്ല നമ്മ വന്നുകൊണ്ടിരിക്കുന്നു. വെറകല മുട്ട ഒരേ വലിമതി എച്ചം ആരാണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. സപ്പോർട്ട് ചെയ്തിക്കോട്ടെ. അപ്പൊ ഭയങ്കരമായ പ്ലാൻ ഇട്ടുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. അപ്പോ മുത്തപ്പന്റെ മോണി അപ്പൊ നമ്മളെ ഇൻചാർജ് ആയ ബാലാജി സാറാണ് ഇപ്പൊ കളിച്ചാൻ പോണത്. അപ്പൊ നമ്മുടെ സാറാണ് ഇറങ്ങിയിരിക്കണമെന്നില്ല ചിന്ത എല്ലാവർക്കും വേണട്ടോ. നമ്മളെ ചക്ക കാണാൻ വരില്ല, കളിക്കാൻ തുടങ്ങിയുണ്ടല്ലോ. ഏതവനാണെങ്കിൽ കളി കണ്ട് കയറി നമ്മളെ സാറുണ്ടല്ലോ പണ്ടങ്ങോട്ട് പുറത്തെടുക്കും. നിങ്ങൾക്ക് അറിയണല്ലേ, നമ്മളെ മെയിൻ ഡിപ്പാർട്ട്മെന്റിന്റെ സാറാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്കില്ലേ? അതേ കളി മൂപ്പര് ഇപ്പൊ എടുക്കുന്ന നമ്മക്ക് തോന്നുന്നത്. കളി എങ്ങനെ പോണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എല്ലാരും റെഡി, വികം 1 2 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലും കളി തുടങ്ങാത്ത പോലെ എന്ത് കളിയാണിത്? അപ്പൊ നമ്മുടെ സാറുമാര് കുട്ടികളെമാര് ടീമും പിരിച്ചാതെ അങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാ പിന്നെ കാര്യം നടക്കുമോ? ഒന്നും നടക്കൂലേ. അപ്പൊ ഇവര് വർത്താനം പറഞ്ഞിരിക്കാതെ ടീം അങ്ങോട്ട് പിരിച്ചുകൂടി വേം. അപ്പൊ കുറച്ച് ഇമ്മാരി സാഹചര്യത്തിൽ നമ്മൾ BGM ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച യൂട്യൂബ് അതുകൊണ്ട് അനുവദിക്കണില്ലേ. നമ്മളെ വീഡിയോ 2-3 വട്ടം കോപ്പിറൈറ്റ് അടിച്ച് തള്ളണ്. നമുക്ക് എതിർ ടീം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവരുടെ ടീം ഏകദേശം നീറ്റ് സ്ട്രോങ് ആണ്. അപ്പൊ ഇവരുടെ ടീമിൽ ആരും സ്ട്രോങ് ഇല്ലെങ്കിലും നമ്മളെ ബാലാജി സാർ ഉണ്ട് എന്ന പ്രതീക്ഷ കൊണ്ട് നമ്മളെ ചക്കമാരി എല്ലാ കയറും ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിക്കൊണ്ട് കളിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കളിയുടെ തുടക്കം കുറിച്ചതോടെ കളി അവസാനിച്ചിരിക്കുകയാണ്. തോറ്റ വാശിയുടെ ഞാൻ തോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുക. இந்த தேவா பத்தி தெரிஞ்சிருந்தோ സെക്കൻഡ് റൗണ്ട് ജയിച്ചുകൊണ്ട് തേർഡ് റൗണ്ടും ജയിച്ചു എന്ന ഭാഷയിൽ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പൊ കളി കണ്ടോളേ. ജയിലിലെ ചാപ്പാടൊക്കെ കുറെ ഉണ്ടതാ. പണ്ടേ ഉണ്ടയായിരുന്ന കാലത്തുള്ള പഴക്കവാ അതുകളാ. നമ്മളെ സാറിന്റെ കളി ഇഷ്ടപ്പെട്ടു ഓലൊക്കെ ഒരു ഹാർട്ട് കമന്റ് ഇട്ടിട്ട് നമ്മൾ ഇന്ന് തന്നെ നമ്മളെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ലിങ്ക് ചെയ്തോളി. ബാക്കി നാളെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിക്കാൻ പോവാണ്. ബാക്കി നാളെ